ഫ്ളാറ്റിൽ നിന്നും ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയെയും പിടികൂടിയത് എക്സൈസിൻ്റെ ഇൻസ്പെക്ടറായിട്ടുള്ള KP പ്രമോദാണ്. പ്രമോദ് നമ്മോടൊപ്പം ചേരുകയാണ്. സാറ്, എങ്ങനെയാണ് ഇവർ പിടിയിലായത്? ഈ ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ പിടിയിലാവുന്നത്? എന്ത് രഹസ്യവിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണോ? എങ്ങനെയായിരുന്നു ആ സമയത്തെ പ്രതികളുടെ ഒരു പ്രതികരണം? അതൊക്കെ ഒന്ന് വ്യക്തമാക്കും. ഞങ്ങൾക്ക് ഒരു രഹസ്യം കിട്ടി, ഇന്ന ഫ്ലാറ്റിൽ ഇവരുണ്ട്, ഇത് ഉപയോഗിക്കാനുള്ള ഒരു ഇതുണ്ടെന്നുള്ളതിൽ ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിയമാനുസരണം നടത്തിയ പരിശോധനയിലാണ് ഈ 3 പേരെ ഈ പറയുന്ന ഹൈബ്രിഡ് കഞ്ചാവായിട്ട് ഞങ്ങൾ പിടികൂടുന്നത്. അപ്പോൾ ഈ ആലപ്പുഴ ഹൈബ്രിഡുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതിനെപ്പറ്റി നമുക്കിപ്പോൾ ഒന്നും പറയാറായിട്ടില്ല. അപ്പം ഇവർക്ക് കൊടുത്ത ഒരാളെ പറ്റി നമുക്കൊരു ചെറിയ സൂചന കിട്ടിയിട്ടുണ്ട്. അയാളെപ്പറ്റി ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അയാളിലേക്ക് എത്തിയാലേ ഇത് കൂടുതൽ പിന്നെ ക്വാണ്ടിറ്റി വേറെ എവിടെയെങ്കിലും ഉണ്ടോ അതിനെപ്പറ്റി സംബന്ധിച്ച് കൂടുതൽ നമുക്ക് അറിയാൻ പറ്റും. ഈ പ്രതികൾ കാലങ്ങളായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണോ? എങ്ങനെയാണ് ഇവർ? തീർച്ചയായിട്ടും ഞാൻ അന്നേരം ചോദ്യം ചെയ്തതിൽ ഇവർ കൃത്യമായിട്ട് 3-4 വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഒപ്പം തന്നെ ഇവരുടെ ആ സമയത്ത് എങ്ങനെയായിരുന്നു നിങ്ങൾ ക്യാച്ച് ചെയ്യാൻ പോകുന്ന സമയത്ത്? നിങ്ങൾക്ക് എത്ര മണിക്കാണ് നിങ്ങൾ കയറുന്നത്? എങ്ങനെയായിരുന്നു ഇവരുടെ പ്രതികരണം? അതൊക്കെ ഒന്ന് പറയും. ഇല്ല, പ്രതികളെ നോർമൽ അവർ, കാരണം ഞങ്ങൾ ചെല്ലുമ്പോൾ അവർ ഇത് ഡ്രഗ്സ് അടിച്ചിട്ടില്ല, അടിക്കാനുള്ള ഒരു സെറ്റപ്പിൽ ഇത് വരുന്നതേ ഉള്ളൂ. അതിനും നമ്മൾ പിടിച്ചുകൊണ്ട്. എന്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത്? അവിടുത്തെ ഒരു സംവിധാനം എങ്ങനെയായിരുന്നു? ചെയ്ത് അവിടെ എന്തൊക്കെയായിരുന്നു? കഞ്ചാവും അത് പൊടിക്കുന്ന അത് പിന്നെ യൂസ് ചെയ്യുന്നതിനുള്ള മറ്റേ OC പേപ്പറുണ്ട്, അത് പൊടിക്കാനുള്ള ഒരു പ്രഷറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും അവർ സെറ്റ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുന്ന സമയത്താണ് നമ്മൾ ചെല്ലുന്നത്. അപ്പോൾ അവർക്ക് അത് ഉപയോഗിക്കാനെന്നുള്ളൊരു അവസരം ഇന്നത്തെ ദിവസം ഉണ്ടായിട്ടില്ല. നിങ്ങളെ കണ്ടപ്പോൾ ഈ പ്രതികൾ എങ്ങനെയായിരുന്നു ഒരു പ്രതികരണം? ഇല്ല, അവർ കാമാൻ കൂളാണ്. അവർ നമ്മളോട് നല്ല രീതിയിൽ സഹകരിച്ചെന്നുള്ളതാണ്. കാലങ്ങളായിട്ട് ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളാണ് അവർ ഞങ്ങളോട് പറഞ്ഞത്. പക്ഷേ അവരുടെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് അവർ ഉപയോഗിക്കുന്നവരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്ങനെയായിരിക്കും തുടരന്വേഷണം മറ്റു കാര്യങ്ങൾ? അത് നമ്മുടെ സ്കൂളിലെ സർക്കിൾ ഇൻസ്പെക്ടറാണ് തീരുമാനിക്കുന്നത്. അദ്ദേഹം എന്നിട്ട് ബാക്കി അദ്ദേഹം ചെയ്യും. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുന്ന ഇപ്പം പറയാൻ പറ്റത്തില്ല. അത് നമുക്ക് ഇത് വേറെ ആരെങ്കിലും ആണെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ കോൺട്രോബാൻഡ് പിടിച്ചെടുക്കാൻ ആണെങ്കിൽ മാത്രമേ കൂടുതൽ ആർട്സിലേക്കൊക്കെ പോകാൻ കഴിയും. അത് ഇനി ഇൻവെസ്റ്റിഗേഷൻ ഉദ്യോഗസ്ഥനായ സർക്കിൾ ഇൻസ്പെക്ടറാണ്. എന്തായാലും അദ്ദേഹം പറയുന്നത് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കൃത്യമായി പ്രതികൾ കാലങ്ങളായി കഞ്ചാവ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്ന ആളുകളെന്നാണ് എക്സൈസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്.